നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സൗജന്യ ബസ് യാത്രയെക്കുറിച്ചാണ്. UDFന്റെ പ്രകടന പത്രികയിലെ ഏറ്റവും വിലമതിക്കുന്ന വാഗ്ദാനമാണ് സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കും എന്നുള്ളത്. ഇത് കേട്ട് കേരളത്തിലെ സ്ത്രീജനങ്ങൾ, അതായത് പെണ്ണായി ജനിച്ചവർ മുഴുവൻ സന്തോഷത്താൽ ആറാടുകയാണ്. ഇനിയും അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നത് ട്രെയിൻ യാത്ര സൗജന്യമാക്കും എന്നായിരിക്കും. മറ്റൊരു പാർട്ടി അടുത്ത ഒരു സന്ദർഭത്തിൽ പറയാൻ പോകുന്നത് പ്ലെയിൻ യാത്ര സൗജന്യമാക്കുമെന്നായിരിക്കും. ഇങ്ങനെ ഓരോരോ വാഗ്ദാനങ്ങളാണ് ഓരോരോ പാർട്ടിക്കാർ നൽകുന്നത്. നാം എല്ലാം അതിൽ ആകൃഷ്ടരാവുകയും നാം സന്തോഷിക്കുകയും ചെയ്യണം. ഇത് അധികാരത്തിൽ വരുവാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ ഇന്ന രീതിയിൽ സേവിക്കും എന്ന് പറയുന്നതാണ്. ഇത് പ്രാവർത്തികമാകുമോ, പ്രാവർത്തികമാകാൻ എന്ത് തടസ്സമാണെന്നുള്ളത് എനിക്കറിയാവുന്ന ചില ചെറിയ കണക്കുകൾ വെച്ചുകൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. സാമൂഹ്യ പെൻഷൻ 3000 രൂപയാക്കുമെന്ന് UDF പറഞ്ഞിട്ടുണ്ട്. LDFും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളും 3000 രൂപ കൊടുക്കുമെന്ന്. വീട്ടമ്മമാർക്ക് പിണറായി നേരത്തെ തന്നെ 1000 രൂപ പ്രഖ്യാപിച്ചിരുന്നു. സ്ത്രീജനങ്ങൾക്കും പഠിക്കുന്ന കുട്ടികൾക്കും എല്ലാം UDFും വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ വാഗ്ദാനങ്ങളൊന്നും ഞാൻ അപ്രായോഗികമാണെന്ന് പറയുന്നില്ല. കാരണം ജനങ്ങൾക്ക് കൊടുക്കുന്ന പണം ഗവൺമെന്റിന് നഷ്ടമല്ല. ആ പണം ഗവൺമെന്റിന് തന്നെ തിരിച്ചു കിട്ടുന്ന ഒരു റൊട്ടേഷൻ പരിപാടിയാണത്. എനിക്ക് 1000 രൂപ കിട്ടിയാൽ ഞാൻ ആ 1000 രൂപയും കൊണ്ട് എന്ന് കടയിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഫാക്ടറികൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിറ്റഴിയുക വഴി സർക്കാരിന് അതിന്റെ ടാക്സ് കിട്ടുകയും ഞാൻ അത് വാങ്ങുമ്പോൾ വീണ്ടും സർക്കാരിന് ടാക്സ് കിട്ടുകയും ഈ സാധനങ്ങൾ വിറ്റഴിയുന്നത് വഴി വീണ്ടും ഫാക്ടറിക്ക് അടുത്ത ഉൽപ്പന്നം ഉണ്ടാക്കാനുള്ള പ്രചോദനവും വഴിയും തെളിയുകയും ചെയ്യുന്നു. ഇതാണ് ആ പണത്തിന്റെ ഒരു പോക്ക്. ഒരാൾക്ക് കിട്ടുന്ന പണം അയാൾ അത് എവിടെയെങ്കിലും പൂഴ്ത്തി വെക്കുകയാണെങ്കിൽ ആ പണം കൊണ്ട് ആർക്കും പ്രയോജനമില്ല. ആ പണം മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ആ പണം തന്നെ വീണ്ടും അവിടെ നിന്ന് അത് ഇരട്ടിച്ചുകൊണ്ടിരിക്കും. അതൊരു ധനശാസ്ത്രമാണ്. നേരെ മറിച്ച് ട്രാൻസ്പോർട്ട് ബസ്സിൽ ഞങ്ങൾ സ്ത്രീകൾക്ക് ഫ്രീ ആയി യാത്ര അനുവദിക്കുമെന്ന് പറയുന്നത് ഞാൻ UDFനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല, അതൊരു കള്ളപ്രചരണമാണ്. ഈ സംഭവം ആദ്യം നടപ്പാക്കിയത് കർണാടകയിലാണ്. കർണാടകയിൽ ഇപ്പോൾ ആ പദ്ധതി ഉണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കുന്നു. അതിന് എന്തെല്ലാം കടമ്പകൾ കടന്നുകൊണ്ടാണ് അത് പോകുന്നതെന്നും അതെന്താണെന്നും നമ്മളെക്കാൾ സാമ്പത്തികമുള്ള കർണാടകയിലെ ഗവൺമെന്റ് അത് എങ്ങനെയാണത് കൈകാര്യം ചെയ്യുന്നതെന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും. 2014 ഈ ട്രാൻസ്പോർട്ടിന്റെ പരിപാടി നിർത്തലാക്കിയിട്ട് മറ്റു വല്ല പണിയും നോക്കണമെന്ന് UDF പറഞ്ഞതാണ്. എന്തിനാണ് പറഞ്ഞത്? അന്ന് ഇഷ്ടം പോലെ പൈസ കിട്ടുന്നുമുണ്ടായിരുന്നല്ലോ. ഇത് നടത്തിക്കൊണ്ടു പോകുവാനുള്ള ബുദ്ധിമുട്ടാണ് ഇത് വേണ്ട എന്ന് അവർ അന്ന് അഭിപ്രായപ്പെട്ടത്. അത് പിന്നീട് LDF ഗവൺമെന്റ് വന്ന് നിരന്തരമായ പരീക്ഷണങ്ങൾ നടത്തി ഇപ്പോഴത് ലാഭത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. ലാഭമെന്ന് പറഞ്ഞാൽ അതിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ ബാങ്കിലിടാനൊന്നും കിട്ടില്ല. അതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അതിലെ ജീവനക്കാരുടെ ശമ്പളം കൊടുക്കാനും അവരെ സേവിച്ചിട്ട് പെൻഷൻ പറ്റിയ പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കാനും ഉള്ള ചില്ലറ കിട്ടും. അത്രയേ ഉള്ളൂ. ഇത് ഏതാണ്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് പോകാൻ ഏതാണ്ട് ഒരു മാസം 70 കോടിയോളം രൂപ ചിലവുണ്ടെന്നാണ് എന്റെ അറിവ്. മാന്യ പ്രേക്ഷകർ, എന്നെ കേൾക്കുന്നവർ, ഞാൻ ഈ പറയുന്ന എമൗണ്ട് തെറ്റാണെങ്കിൽ അത് തിരുത്തി പറയണമെന്ന് ദയവായി അപേക്ഷിക്കുകയാണ്. ഈ 70 കോടി രൂപ മാസം ഇതിന് ചിലവ് വരുമ്പോൾ ഈ പണം നമുക്ക് യാത്രക്കാരിൽ നിന്നാണ് ഈ കിട്ടുന്നത്.
ജോലിക്കാരുടെ ശമ്പളം, പെൻഷൻകാരുടെ പെൻഷൻ, വണ്ടിയുടെ അറ്റകുറ്റപ്പണിയുടെ ചിലവുകൾ, ഇടയ്ക്കുണ്ടാകുന്ന മറ്റു ചില അപകടങ്ങളുടെയും മറ്റും കോമ്പൻസേഷൻ, ഇങ്ങനെ പല പല കാര്യങ്ങളും എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് 70 കോടി രൂപ ഇനി ചെലവിന് ഞാൻ പറഞ്ഞ കണക്ക് തെറ്റാന്ന് തന്നെ ഇരിക്കട്ടെ, അല്ലെ 50 കോടിയോ 70 കോടിയോ ചെലവുണ്ടെന്ന് ഇരിക്കട്ടെ, ഇത് ഈ യാത്രക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പണമാണ് ഇതിന്റെ വരുമാനം. ചായക്കട നടത്തുന്നവൻ സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, ചായയായിട്ടും പൊറോട്ടയായിട്ടും ബീഫായിട്ടും ഊണായിട്ടും വെച്ചിരിക്കുക. ആളുകൾ ഉണ്ണാൻ വരുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന പണമാണ് ആ ഹോട്ടലിന്റെ വരുമാനം. അതുപോലെ നാട്ടുകാരായ ജനങ്ങളുടെ കയ്യിലാണ് ട്രാൻസ്പോർട്ടിന്റെ വരുമാനം ഇരിക്കുന്നത്. ഏതാണ്ട് 40% സ്ത്രീകൾ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ബാക്കി 60% പുരുഷന്മാരുമാണ്. ഈ 40% സ്ത്രീകളുടെ ടിക്കറ്റ് ചാർജ് ഇല്ലാതാകുമ്പോൾ അതൊരു ഭീമമായ നഷ്ടമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു വശം കൂടി പറയാം. ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയായതുകൊണ്ട് നാട്ടുംപുറത്തുള്ള അയൽക്കൂട്ടത്തിലെ ഒരു 20 സ്ത്രീകൾ ചേർന്ന് പറയുകയാണ്, വരൂ തിരുവല്ലയിൽ നിന്നും നമുക്ക് തിരുവനന്തപുരത്ത് പോയി സൂ ഒന്ന് കണ്ടിട്ട് വരാം, കാഴ്ച ബംഗ്ലാവ് ഒന്ന് കാണണം എന്ന് തോന്നിയാൽ അവരിവിടുന്ന് തിരുവല്ലയിൽ വന്ന് ഒരു 40ഓളം സ്ത്രീകൾ വന്ന് ബസ്സിൽ കയറി ഇരുന്നിട്ട് പാട്ടും പാടി വർത്തമാനവും പറഞ്ഞ് സൂ കണ്ടിട്ട് അവരതുപോലെ തന്നെ തിരിച്ചിവിടെ വരുന്നു. അതിനുവേണ്ടി സർക്കാർ ചെലവാക്കേണ്ടത്, സർക്കാർ പോട്ടെ കോർപ്പറേഷൻ ചെലവാക്കേണ്ടത് എന്താണ്? ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ശമ്പളം, ഇന്ധനം, വണ്ടിയുടെ തേയ്മാനം, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ അവർ അതിൽ നിന്നും കണ്ടെത്തണം. ഒക്കുന്ന കാര്യമാണോ? കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ പുരുഷന്മാർ യാത്രക്കാർ ഇല്ലാതെ തന്നെ വരും. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ പുരുഷന്മാർ പോകാതെ ആരോഗ്യവതിയായ സ്ത്രീയോ പെൺകുട്ടികളോ ഉണ്ടെങ്കിൽ അവരോട് പറയും, നിങ്ങൾ അവിടെ പോയിട്ട് ആ കാര്യം സാധിച്ചിട്ട് വാ എന്ന് പറയും. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തിന് പോകുന്ന ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് ചാർജ് 280 രൂപയാണ്. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു ബസ്സിൽ 40ഓ 50ഓ സ്ത്രീകൾ കയറി ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അവരോട് ഇറങ്ങിപ്പോകാൻ പറയാൻ പറ്റില്ലല്ലോ. അവരെങ്ങോട്ട് പോകണം? എറണാകുളത്ത്. അവർ ഫ്രീ ആയിട്ട് എറണാകുളത്തിന് പോവുകയാണ്. അവർ എറണാകുളത്ത് പോയിട്ട് എറണാകുളം ചുറ്റിക്കണ്ടതിന് ശേഷം അവർ സംഘമായി വന്ന് ഈ ബസ്സിലോ മറ്റൊരു ബസ്സിലോ കയറി തിരുവനന്തപുരത്തേക്ക് വരികയാണ്. എത്ര ആയിരം രൂപയുടെ നഷ്ടം ഉണ്ടായി? നിങ്ങളൊന്ന് കണക്ക് കൂട്ടിക്കേ. 2 ഡ്രൈവർമാരുടെ ശമ്പളം, ബസിന്റെ തേയ്മാനം, ഇന്ധനത്തിന്റെ ചിലവ്, 10 പൈസ വരുമാനമില്ലാതെ നഷ്ടം സഹിച്ചുകൊണ്ട് ഇങ്ങനെ പോയിട്ട് എത്ര ദിവസം വണ്ടി ഓടിച്ചുകൊണ്ട് വരും? നിങ്ങളൊന്ന് പറയൂ. അങ്ങനെ വരുമ്പോൾ അത് കാലക്രമേണ ട്രാൻസ്പോർട്ട് ബസ് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തും. പ്രൈവറ്റ് ബസ്സുകളിൽ കയറിയിരുന്ന ആളുകൾ മുഴുവൻ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറും. നമുക്കറിയാം, സ്കൂളിൽ പോയിട്ട് വരുന്ന കുട്ടികൾ, സ്ത്രീകൾ, ഉദ്യോഗസ്ഥർ എന്നിങ്ങനെയുള്ള ആളുകൾ ഈ പ്രൈവറ്റ് ബസ് റൂട്ടിൽ കൂടെ ഓടുന്ന ട്രാൻസ്പോർട്ട് ഉള്ളിടത്ത് അവർ ട്രാൻസ്പോർട്ടിൽ കയറാറില്ല. എന്നാൽ പിന്നീട് അവർ ട്രാൻസ്പോർട്ടിൽ മാത്രമേ കയറുകയുള്ളൂ. അങ്ങനെ ഉണ്ടാവുമ്പോൾ സർക്കാരിന് നികുതി തന്നുകൊണ്ട് ഓടിക്കുന്ന ഈ പ്രൈവറ്റ് ബസ്സുകാരന്റെ അവസ്ഥ എന്തായിരിക്കും? ഒന്ന് പറഞ്ഞേ, എന്തായിരിക്കും അവരുടെ അവസ്ഥ? അവർ ഉടനെ സമരം പ്രഖ്യാപിക്കും, ചാർജ് കൂട്ടണമെന്നും പറഞ്ഞ് വലിയ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും. ഗവൺമെന്റ് അതിനെ തരണം ചെയ്യുവാൻ വേണ്ടി കണ്ടുപിടിക്കുന്നത് യാത്രാ നിരക്ക് കൂട്ടുക എന്നുള്ളതാണ്. ഈ യാത്രാ നിരക്ക് കൂട്ടുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. 2 പേർക്ക് ഒരു സ്ഥലത്ത് പോകുന്ന, ഒരു സ്കൂട്ടറിൽ പോകുന്ന പെട്രോൾ ചെലവിനേക്കാൾ അധികമാണ് ഇപ്പോഴും ബസ് ചാർജ്. ഒരു സ്കൂട്ടർ നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ 10 രൂപ 20 രൂപയുടെ ഒരു ബസ് റൈറ്റിന്റെ ദൂരം 2 പേര് പോവുകയാണെങ്കിൽ അവർക്ക് 20 രൂപ ആകുകയുമില്ല. അവർക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് അവർക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തുകയും അവർക്ക് തോന്നുമ്പോൾ അവർക്ക് മടങ്ങി വരികയും ചെയ്യാം. ഇത് പ്രായോഗികമല്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. ഈ ബസ് യാത്ര സൗജന്യമാക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളത് എന്നേക്കാൾ സാമ്പത്തിക വിദഗ്ധർക്ക് അറിയാം. അങ്ങനെയുള്ളവർ ഇതിന്റെ മറുപടിയൂടെ എനിക്കൊന്ന് തന്നാൽ വലിയ ഉപകാരമായിരിക്കും. സ്വാഭാവികമായും UDF പ്രഖ്യാപിച്ച മറ്റ് കാര്യങ്ങളോട് എനിക്ക് യാതൊരു എതിർപ്പുമില്ല. കാരണം അത് ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റിന് ജനങ്ങളുടെ സഹായിക്കുവാൻ വേണ്ടി ഇങ്ങനെ പണം കൊടുക്കാവുന്നതേ ഉള്ളൂ. അത് എങ്ങനെ ചെയ്താലും ഈ പണം തിരികെ മാർക്കറ്റിലേക്കാണ്. ജനങ്ങളുടെ കയ്യിലേക്ക് നിങ്ങൾ പണം എത്തിച്ചാൽ
ആ പണം തിരികെ തന്നെ സർക്കാരിന്റെ കയ്യിൽ വരും. നിങ്ങൾ ഈ ബസ് യാത്രയ്ക്ക് ഫ്രീ പറയാതെ, നിങ്ങൾ ഈ ബസ് യാത്രയ്ക്ക് ഉള്ള പണം ഞങ്ങൾ തന്നുകൊള്ളാമെന്നും പറഞ്ഞ് നിങ്ങൾ മാസം തോറും നിങ്ങൾ സ്ത്രീകൾക്ക് 1000 രൂപ വെച്ച് കൊടുക്കൂ. ആ പണം നിങ്ങൾക്ക് തന്നെ മടക്കി കിട്ടും. ഇത് ബസ് യാത്രയ്ക്ക് വേണ്ടിയാണ്. അതിനുവേണ്ടിയുള്ള വട്ടച്ചെലവിനുള്ള രീതിയിൽ നിങ്ങൾ കൊടുക്കൂ. അത് വിജയിക്കും. നിങ്ങൾ ഈ ബസ് യാത്ര പറഞ്ഞത് തട്ടിപ്പാണെന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഈ വരവ് ചിലവ് കണക്ക് കൂട്ടിയിട്ട് പറയാനറിയാം ഇത് നടക്കുന്ന കാര്യമല്ല, ഇത് നഷ്ടക്കച്ചവടമാണെന്ന്. പിന്നെ അവസാനം ഇതിന് മറ്റൊരു മാർഗമുണ്ട്. ഇത് കട്ടപ്പുറത്താവും. അങ്ങനെ നടക്കാതെ വരുമ്പോൾ ഇത് കട്ടപ്പുറത്താവും. അപ്പോൾ സ്ത്രീകൾ പറയാണ് ഞങ്ങൾക്ക് സൗജന്യ KSRTC യാത്ര വാഗ്ദാനം ചെയ്തിട്ട് ഇപ്പോൾ ബസ് എവിടെ എന്ന് ചോദിച്ചാൽ അവര് പറയും ബസ് ഇല്ല. ബസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗജന്യ യാത്രയാണ്. ബസ് ഇല്ലല്ലോ, പിന്നെ എവിടെ സൗജന്യ യാത്ര? പണ്ടൊരു ശൈലിയുണ്ട്, കുളിപ്പിച്ച് കുഞ്ഞില്ലാതായി എന്ന് പറയുന്നത് പോലെ 2014 ബസ്സിനെ കട്ടപ്പുറത്ത് വെക്കണമെന്ന് തീരുമാനിച്ച ആ തീരുമാനം ഈ പ്രാവശ്യം നിങ്ങൾ അധികാരത്തിൽ വന്നാൽ നടപ്പാകും. ബസ്സിൽ പോകുന്ന സൗജന്യ പദ്ധതിയെ നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം ഇത് വിശ്വസിക്കാവുന്നതല്ല. ഇത് മുഖവിലേക്കെടുക്കാവുന്ന ഒരു പദ്ധതി അല്ലത് എന്ന് ഞാൻ തറപ്പിച്ച് പറയുകയാണ്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ട് നടത്തിക്കൊണ്ടു പോകുന്നതിന്റെ ചെലവും അതിൽ സൗജന്യമായി ആളുകൾ യാത്ര ചെയ്യുമ്പോൾ ട്രാൻസ്പോർട്ടിനുണ്ടാകുന്ന ഭീമമായ നഷ്ടം, കോടികളുടെ നഷ്ടം, ഈ പണം സർക്കാർ കണ്ടെത്തും എന്ന് പറയുന്നത് വെറുതെയാണ്. എങ്ങു നിന്നും കണ്ടെത്താനൊക്കില്ല. ഒരു സ്ഥലത്ത് നിന്നും കണ്ടെത്താനൊക്കത്തില്ല. ആര് ഭരിച്ചാലും കടമെടുത്താണ് സംസ്ഥാനം ഭരിക്കുന്നത്. കാരണം ഇവിടെ പ്രത്യേകിച്ച് വരുമാനങ്ങളൊന്നുമില്ല. ഇവിടെ വരുമാനങ്ങളില്ല എന്ന് പറഞ്ഞാൽ വരുമാനങ്ങളില്ല. യാതൊരു വരുമാനവും ഇല്ലാത്ത ഒരു സംസ്ഥാനമാണിത്. പിന്നെ ഗവൺമെന്റിന് ചെയ്യാവുന്ന മറ്റൊന്നുണ്ട്. ഈ കേരളം പോലെ അതിമനോഹരമായ ഒരു ദേശം ഈ ലോകത്തെങ്ങുമില്ല. നിങ്ങൾ ടൂറിസത്തെ വികസിപ്പിക്കാൻ പ്രേരിപ്പിക്കൂ. ടൂറിസം പദ്ധതിയെ പ്രേരിപ്പിക്കൂ. അതിനെ പ്രേരിപ്പിച്ച് അത് ജനങ്ങളെ കൊണ്ട് പ്രാവർത്തികമാക്കിച്ചാൽ ഇത് രക്ഷപ്പെട്ടു പോകും. ഈ ബസ് യാത്രയുടെ പണം നിങ്ങൾ 1000 രൂപ വെച്ച് കൊടുത്തിട്ട് നിങ്ങൾ എല്ലാ മാസവും നിങ്ങൾ യാത്ര ചെയ്തു കൊള്ളാൻ പറയൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കറങ്ങിയടിക്കാൻ പറയൂ. ആ പണം നമുക്ക് തന്നെ തിരിച്ചു വരും. അതുകൊണ്ട് നടക്കാത്ത പദ്ധതി പറഞ്ഞ് ദിവസവും TV-യിൽ പരസ്യവും പത്രത്തിൽ പരസ്യവും നോട്ടീസിൽ പരസ്യവും ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. ഞാൻ തറപ്പിച്ച് പറയുന്നു, KSRTCയിലെ സൗജന്യ യാത്ര നടപ്പാകുന്ന പദ്ധതി അല്ല. അത് ഉറപ്പാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ നമസ്കാരം.